പുതിയ മാസം തുടങ്ങിയിട്ട് ദിവസം 10-15 കഴിഞ്ഞു. ഇതുവരെ ഇതൊന്ന് മാറ്റിയിടാൻ ഇവിടെ ഒരുത്തരും സമയം കിട്ടിയില്ല. എന്തൊരു കഷ്ടമാന്ന് പറ. ഒരു 5 മണിക്ക് വന്നോ? അതല്ല അപ്പുറത്ത്. ജേഷോ, നിന്റെ പാർട്ട്ണർ വരുന്നുണ്ട്. ജേഷോ, എടാ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ജേക്കബച്ചൻ്റെ ഭാര്യനെ കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു. നമ്മൾ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ജേക്കബച്ച, ഞങ്ങൾ ഈ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ നീക്കി തുടങ്ങിയായിരുന്നേ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാ വിളിപ്പിച്ചേ. നമ്മുടെ ആകെയുള്ള നീക്കിയിരിപ്പ് ആ സ്ഥലവാ. അത് വിൽക്കാൻ തന്നെ തീരുമാനിച്ചത് മോളുടെ കല്യാണം നടത്താനാ. അപ്പൊ ബാക്കിയുള്ള ദിച്ചാന്റെ ട്രീറ്റ്മെന്റിനും മോന്റെ പഠിപ്പിനൊക്കെ ആയിട്ട് മാറ്റി വെക്കാലോ. അവക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. പയ്യൻ ദുബൈയിലാ. ദുബായിലോ? അടിപൊളി. എടാ, ദുബായിലൊക്കെ ഇപ്പൊ കണ്ടമാന ശമ്പളമല്ലേ? ഇപ്പൊ അവൻ ലീവിന് വന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പേ കല്യാണം നടത്താൻ സമ്മതമാണെന്നാ അവര് പറഞ്ഞിട്ടുള്ളേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, നമ്മുടെ പകുതി സ്ഥലം 1 മാസത്തിനുള്ളിൽ എഴുതിയാലേ ബാക്കി പകുതി എഴുതാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് ഞാൻ സമയം തരാം. 6 മാസം ഒന്നും നോക്കണ്ട. അല്ല, ഈ പകുതി സ്ഥലം എന്നൊക്കെ പറയുമ്പോ ഏകദേശം ഒരു 10-30 ലക്ഷം രൂപയ്ക്ക് വരില്ലേ? അത് വരും. നിങ്ങൾ വിചാരിച്ച എന്നാ ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾ ബിസിനസ്സുകാരല്ലേ? അതെ, നമ്മള് ബിസിനസ്സുകാരൊക്കെ തന്നെ. എന്നാലും ഇച്ചാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് ഈ ഫണ്ട്സ് ഒക്കെ, അല്ല, നമ്മളൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചു പറഞ്ഞാ മതി. ഇതിപ്പോ പണിയായല്ലോ. എന്നാ പറയാനാ. അടുക്കളയിൽ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പത്തിന്റെ കണ്ണിൽ മരുന്നിടണേ. ബുദ്ധിമുട്ടായി അല്ലേ? എന്ത് ബുദ്ധിമുട്ട് അല്ലേ? നമ്മുടെ സാഹചര്യം ഇങ്ങനെയായോണ്ടാ. ഇച്ചായനെ ഈ ഇടയിട്ട് പേടി ഇത്തിരി കൂടുതലാ. കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ അസുഖം കുറച്ച് കൂടിയായിരുന്നു. അതാ മോടെ കല്യാണം നടത്താൻ ഇത്ര തിടുക്കം. ചേച്ചി, അതിനൊക്കെ നമുക്കൊരു വഴി ഉണ്ടാക്കാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. നിങ്ങൾ ഇങ്ങനെ വഴി ഉണ്ടാക്കുന്ന പറഞ്ഞു. എടാ, അവര് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാനെന്ത് പറയാൻ? എന്ന് വെച്ചാൽ എല്ലാം കയറി കഴിക്കാൻ പറ്റും. എടാ, ഒന്നും ആലോചിക്കുന്നത് ഞാനിതൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പകുതി സ്ഥലമാണ് അവർ എഴുതാൻ വേണ്ടി പറഞ്ഞത്. അത് ഏകദേശം ഒരു 27 സെന്റ് വരും. നമ്മളേതായാലും 10 സെന്റ് വെച്ച് മേടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്. അതിലൊരു ലേശം കൂടും, അത്രേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെങ്കിലും ഇത് എഴുതിയാല് പുള്ളി പറഞ്ഞ പോലെ നമുക്ക് ബാക്കിയുള്ളതിന് ആളെ കണ്ടെത്താൻ ആവശ്യത്തിന് സമയം കിട്ടും. അപ്പൊ നമ്മൾ ചോദിക്കുന്ന വില കിട്ടുമ്പോൾ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഒരു കണക്കിന് ഇത് നല്ലതില്ല. 1 മാസം കൊണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കണ്ടേ? എടാ, അതിനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. നീ വാ ഇച്ചേ. അപ്പോ നമ്മുടെ ഇച്ചാനല്ലേ ഇച്ചേ? അപ്പോ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നീക്കോ. നമുക്ക് അടുത്ത മാസം തന്നെ എഴുതിക്കാം. ഞങ്ങൾ ഇതിനായിട്ട് വേറെ പൈസ ഒന്നും കരുതി വെച്ചിട്ടില്ല. മനസ്സമ്മതത്തിന് 10 ലക്ഷം രൂപ കൊടുക്കാലോ. മറ്റാവശ്യങ്ങൾക്കും വേണ്ടേ? അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഉറപ്പ് കിട്ടിയ അവരോട് വാക്ക് പറയാമെന്നാ വിചാരിച്ചിരിക്കുന്നേ. എന്റെ ഇച്ചായ ഉറപ്പല്ലേ? ഉറപ്പ്. അപ്പൊ പിന്നെ ഞങ്ങള് ഫണ്ട്സിന്റെ കാര്യമൊക്കെ നീക്കട്ടെ. ശരി. ഏറ്റില്ല, അകത്തുണ്ട്. ഇന്നലെ രാത്രിയിലെ വണ്ടിയെല്ലാം കിടന്നുറങ്ങിയേ. ഇന്ന് രാവിലെ വീട്ടിലോട്ട് കയറിയത്. എന്നാ ഞാനൊന്ന് എനിക്ക് ഇയാളെ കൊണ്ട് പോ. പുട്ട് കഴിക്കുന്നോ? ഈ പുള്ളി ഇപ്പോഴും പുട്ട് തന്നെയാണ് കഴിക്കുന്നത്. ഈ ചൈനെ പുട്ടിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. 3 നേരം പുട്ടാണെങ്കിൽ അത്രയും സന്തോഷം. എന്നായി രണ്ടാളും കൂടി സ്ഥലം മേടിക്കുന്ന കാര്യമൊക്കെ? അതിന്റെ കാര്യം സംസാരിക്കാൻ ഇപ്പൊ വന്ന്. ജയകൃഷ്ണൻ കൂടെ ഉള്ളതാ എനിക്കൊരു ധൈര്യം. മിനിമം സ്ഥലമെങ്കിലും വാങ്ങിക്കാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ പോന്നു? ഞാനല്ലേ ഇപ്പൊ ഒന്ന് വിളിച്ചേ. ആണോ? എപ്പോ? ആവട്ടെ. അതെ, ജേക്കബിച്ചായന്റെ ഭാര്യ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഇന്നലെ എൻ്റെ കൂടെ ഒരു ഫോൺ ഓഫ് ആയി പോയി. അതെ, അവരുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചു. 26-ാം തീയതി ഒത്തു കല്യാണം, 28-ന് കെട്ട്. ഞാൻ നിന്നെ വിളിക്കാതിരിക്കുമായിരുന്നു. നമുക്ക് ഫണ്ട്സ് റെഡി ആക്കണ്ടേ?
15-ാം തീയതി അല്ലേ നിങ്ങളുടെ എഴുത്ത്? അപ്പൊ അതിന് പൈസ കിട്ടില്ലേ? എടാ അതെ വേറെ വിഷയമുണ്ട്, അത് നടക്കില്ല. അത് പേടിക്കണ്ട, ഫെബ്രുവരി മാസം എൻ്റെ ചിട്ടി കിട്ടാണ്ട് ആ പൈസ ഞാൻ നിങ്ങൾക്ക് തന്നാ പോരെ. എടാ അത് നടക്കില്ല തൽക്കാലം, വേറെ വിഷയമുണ്ട്. നീ ഒന്ന് പുറത്തോട്ട് നിൽക്കേ, ഞാൻ വരാം. കാര്യം പറ. എടാ നീ പുറത്ത് വെയിറ്റ് ചെയ്യേ, ഞാൻ വരാം. എടാ ഞാൻ പറഞ്ഞ കേക്ക്, നീ പുറത്ത് വെയിറ്റ് ചെയ്യേ. ലോണോ? എന്ത് ലോൺ? എടാ ജയേഷ്ണ, ഞാൻ വീടും പറമ്പും പണയം വെച്ച് ലോൺ എടുത്തത് ജപ്തിയായി. ജപ്തിയോ? എടാ നിനക്കറിയാലോ, ബാങ്കൊന്നും ജപ്തി ചെയ്താൽ നമുക്കൊന്നും കിട്ടൂല. അതല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഡീൽ ഉറപ്പിച്ചത്. ഞാൻ പറയാം, മനസ്സിലാക്കി തരാം. 35-നാണ് ഞാൻ ഈ വീട് വിറ്റത്. 5 എനിക്ക് അഡ്വാൻസ് കിട്ടി. അതിൽ നിന്നാണ് ഞാൻ കുറെ കടങ്ങളൊക്കെ വീട്ടിയത്. പിന്നെ മിച്ചമുള്ളതാണ് അന്ന് നമ്മള് ടോക്കൺ കൊടുത്തത്. ഇനി മുതലും പലിശ എല്ലാം കൂടെ ചേർത്ത് 29 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ അടയ്ക്കണം, എന്നാലേ എനിക്ക് ആധാരം കിട്ടുള്ളൂ. എടാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സ്ഥലമെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ ആനി എന്നെ വിട്ടുപോകും. എടാ 6 മാസം കൊണ്ട് ബാക്കിയുള്ള 34 സെന്റ് വിറ്റ് 10 സെന്റ് മേടിക്കാനായിരുന്നു എന്റെ പ്ലാൻ. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചോ? ജപ്തി ഒഴിവാക്കാനാണ് വീട് വിൽക്കുന്നത് എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആനിയോട് പോലും ഞാൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്നെ ധൈര്യത്തിൽ അവരോട് കയറിയല്ല അയച്ചത്. എടാ അത് വഴുതി പോയിരിക്കാൻ വേണ്ടിയല്ലേ? എടാ എനിക്കത് മേടിച്ചേ പറ്റുള്ളൂ. ഇനി ഇതിനേക്കാൾ നല്ലൊരു അവസരം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതൊരു മാറി പരിപാടിയായി പോയി. ഞാൻ അവരോട് കാര്യം പറയാൻ പോവാ, ഇത് നടക്കാൻ പോകുന്നില്ലെന്ന്. എടാ നീ കടുങ്ങയൊന്നും കാണിക്കല്ലേ? ആശാൻ എന്നോട് അന്നേ പറഞ്ഞത് തന്നെ ഇപ്പൊ കൂടെ പണി കിട്ടുന്നു. ആ വാലും തലയില്ലാത്തവന്റെ കൂടെ കൂടിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന്. ഒരു അന്തവും കുന്തവും ഇല്ലാത്തവനാ. ഇനിയിപ്പോ ആലോചിച്ച് നിന്നിട്ട് ഒരു കാര്യവുമില്ല. എത്രയും പെട്ടെന്ന് അവനെ കണ്ട് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ. എടാ നീയൊക്കെ മറ്റേ പണി കാണിക്കരുത്. നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ചാ ഞാനിതിന് ഇറങ്ങി തിരിച്ചേ. അവർക്കാണേലേ ആൾബലവും ഇല്ല, ആരോഗ്യവും ഇല്ല. ഒരു പെങ്കൊച്ചിന്റെ ജീവിതം വെച്ചാ നീയൊക്കെ ഈ കളി കളിക്കുന്നത്, ഓർത്തോണം. ഇയാൾ ഒരുത്തന എല്ലാത്തിനും കാരണം. കാര്യമൊന്നും പറയത്തുമില്ല, എല്ലാം കയറി അങ്ങ് ഏക്കും ചെയ്യും. ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? നമ്മള് 1 രൂപ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഇനി എന്റെ വീട് വിറ്റ് കഴിയുമ്പോഴത്തേക്കും ബാങ്കിന്റെ കൂടെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ 1 രൂപയും കൂടെ കിട്ടും. അപ്പോ അത് പൈസ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പണിക്കിറങ്ങി? നിങ്ങൾ ഇയാളോട് ചോദിക്കും. എന്റെ 10 സെന്റിന്റെ പൈസ കിട്ടാൻ ഫെബ്രുവരി മാസം ആവുമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞതാ. അന്നേരം ഇയാൾ പറഞ്ഞു ഇതൊക്കെ എഴുതിയെടുക്കാൻ ഒരു 6 മാസം സമയം കിട്ടുമെന്ന്. അതൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ ഈ പണിക്കിറങ്ങി. ചേഷണ ആ സ്ഥലത്ത് നിന്ന് 20 സെന്റ് മാറ്റിയിട്ട് ബാക്കിയുള്ളത് കൊടുത്താൽ പ്രശ്നം സോൾവ് ആവില്ലേ? ഈ 15 ദിവസങ്ങളിൽ സ്ഥലം നേരെയാക്കി എടുത്തിട്ട് എപ്പോഴാ? അല്ല ഇതൊക്കെ നടക്കുവാണെങ്കിൽ നോക്കാം. എന്നാലും ഒരു പ്രശ്നമുണ്ട്. ആരെങ്കിലും ഒറ്റയടിക്ക് വന്നിട്ട് മുഴുവൻ കാശ് തന്നിട്ട് പോവുമോ? നിങ്ങൾ കൊടുത്ത പോലെ ഒരു ടോക്കൺ നിങ്ങൾക്കും തന്നിട്ട് പോകും. ചേഷണ നീ വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. ജേഷ്ണ, ഞാൻ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം. നീ ടെൻഷൻ അടിക്കണ്ട. അതെ, നമ്മുടെ വർക്കിച്ച് വന്നിട്ടുണ്ടായിരുന്ന? ഇല്ല, ഇന്ന് വന്നിട്ടില്ല. ആ ചേച്ചി. ആ ജയേഷ്ണ, ഇച്ചായന് ജയേഷ്ണോട് സംസാരിക്കണം. ഫോൺ കൊടുക്കട്ടെ? ആ ചേച്ചി ഫോൺ കൊടുക്കാം. ആ ഇച്ചായിന്ന. ജയകൃഷ്ണ, പയ്യന്റെ വീട്ടുകാരോട് പറഞ്ഞതുപോലെ തന്നെ പാലിക്കണം. നമ്മുടെ കൊച്ച് നാളെ അവിടെ ജീവിക്കാനുള്ളതാ. നിങ്ങളെ വിശ്വസിച്ച ഞാൻ എല്ലാം തീരുമാനിച്ചത്. ഇച്ചാൻ പേടിക്കണ്ട, എല്ലാം ഭംഗിയായി നടക്കും. ശരി, ഞാൻ പിന്നെ വിളിക്കാം. മോനെ ഷാരൂഖ്, എത്ര കാലം ഇങ്ങനെ മലയാളികളുടെ അടിമയായിട്ട് ജീവിക്കും? നമുക്ക് ടൗണിലൊരു സ്പാ തുടങ്ങിയാലോ? ഫണ്ട്സ് എത്രയെന്ന് വെച്ചാൽ ഞാൻ മുടക്കിക്കോളാം. നിനക്ക് പണി അറിയാലോ. നമുക്ക് പാർട്ട്ണർഷിപ്പിൽ ഡീൽ ചെയ്യാം. വേണ്ട സേട്ടാ, ഞാൻ ഇങ്ങനെ കഞ്ചി കുടിച്ച് പൊക്കോളാം സേട്ടാ. തെണ്ടിത്തരം നിങ്ങളുടെ കൂടെ പുറപ്പാണ് എനിക്കറിയാം. എന്നാലും ഈ സമയത്ത് ഇത് വേണ്ടായിരുന്നു.
നിങ്ങളിവിടെ മോന്ന വിളിപ്പിച്ചോണ്ടിരുന്നു. ഇനിയെല്ലാം എൻ്റെ തലയിലായല്ലോ. ഉടായിപ്പാണല്ലേ?